ഗൈസ് അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹം. അപ്പോൾ നമ്മൾ ചായക്ക് സ്നാക്സ് ഉണ്ടാക്കണം. നമ്മൾ കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ കായ്പോളം ഉണ്ടാക്കി തന്നിട്ടുണ്ടേനി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചാൽ നമ്മളേതായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ റെസിപ്പിയിലെ മെയിൻ ആളാട്ടത്. നമുക്ക് നേന്ത്രപ്പഴം ആദ്യം കട്ട് ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. മുന്തിരി വറുത്തെടുക്കട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കാം. അപ്പൊ നമ്മളെ അണ്ടിപ്പരിപ്പ് കുറച്ചൊന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അതിന്റെ ശേഷം ഒന്ന് കോരി മാറ്റട്ടോ. അത് കോരി മാറ്റാം. നമുക്ക് ഇതില് പഴം കൂടി വാട്ടിയെടുക്കണം. നമുക്ക് പഴം ഇട്ടെടുക്കാം. പഴം കുറച്ച് കുറച്ച് ഇട്ടിട്ടാട്ടോ നമ്മള് ഇതില് മൊത്തം കൊള്ളാത്തതിനോട് നമുക്ക് പഴം കുറച്ച് കുറച്ച് ഇട്ടിട്ട് വാട്ടി കൊടുക്കാം. ഇതില് നമ്മള് പഞ്ചസാര ഇപ്പൊ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇതില് പഞ്ചസാര നമ്മള് വേറെ മിക്സിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മള് പഞ്ചസാര ഒന്നും ഇടാതെ ജസ്റ്റ് ഇങ്ങനെ വാട്ടിയെടുക്കണതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഒരു സെക്ഷൻ ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തതാണ്. ഇതാവാനായിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ഇത് അതിലേക്ക് മാറ്റി കൊടുക്കട്ടോ. ഇതില്ലേ പഴം നല്ലോണം പഴുത്തതിനോട് തന്നെ ഇങ്ങനെ നല്ലോണം അവിടെ മുട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. നമ്മളിതില് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കും. പിന്നെ അതില് പ്രശ്നം ഉണ്ടാവില്ല. ഇത് നല്ല പഴുത്തതിനെ കൊണ്ടാട്ടോ ഇങ്ങനെ വരുന്നത്. നമ്മളെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ മിക്സ് ആക്കിയല്ലേ എടുത്തത്. ഓരോന്നിച്ചല്ലല്ലോ ഉണ്ടാക്കിയ. അതുകൊണ്ട് കൂടിയാണ്. ഇനി നമുക്ക് ആദ്യം ഒരു മിക്സിന്റെ ജാർ എടുത്തിട്ട് നമുക്ക് ഞാനിവിടെ 4 മുട്ട എടുക്കണത്. നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൊടുക്കും. മധുരം അധികം ആവശ്യമില്ലെങ്കിൽ പൊടിച്ചിട്ടും ചേർക്കട്ടോ. ഞാനിതിവിടെ മിക്സിയിൽ അടിക്കുന്നതിനോട് തന്നെ പൊടിക്കാത്തതാണ് ചേർക്കുന്നത്. നമുക്ക് ഇതിപ്പോ 4 മുട്ട. അപ്പൊ നമുക്ക് 5-6 മുട്ട എടുക്കാം. ഞാൻ അതിന് പകരം കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മുട്ടന്റെ ഫ്ലേവറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ട് കുറച്ച് 1 കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഏലക്കായ് പൊടിച്ചതാണ്. അപ്പൊ നമുക്ക് ഏലക്കായ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കട്ടോ. പിന്നെ നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടോ. നന്നായിട്ട് അടിച്ചെടുക്കാം.
നമ്മളിതിലേക്ക് പാലാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നിങ്ങളിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഈ പഴത്തിന്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. നമ്മളിത് മൊത്തത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നെയ്യ് തടവി കൊടുത്തിട്ട് നമുക്ക് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് ഈ മിക്സില്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോ ഇതില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലെ ഞാൻ ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പഴം ജസ്റ്റ് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ അതൊന്ന് വെച്ചു കൊടുക്കും. നമുക്കത് അടച്ചു വെച്ചിട്ടൊരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കട്ടോ. ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വന്നിട്ട് കാണാം. ഇതിപ്പോ ഞാന് ഒരു 10-20 മിനിറ്റ് വെച്ചതാട്ടോ. അപ്പൊ ഞാന് എന്താ വെച്ചാല് പാല് കുറച്ച് ഒഴിച്ചത് കുറച്ച് കൂടി തോന്നുന്നുണ്ട്. അപ്പൊ കുറച്ചൊരു ലൂസായിട്ട് അടിഭാഗം വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ കുത്തി തിരിപ്പിച്ച് ഈശ്വര എന്തേ ഇത് കിടക്കുന്നു. ഞാൻ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പാലെന്തോ കൂടിയ പ്രശ്നമൊന്നും കിട്ടോ. അപ്പം സംഭവം റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പാനെന്നിട്ട് നേരെ അതിലേക്കാണ് പൊട്ടിയത്. ഇനി അപ്പൊ ഞാനെ വേറെ എടുത്തിട്ടൊന്നുമില്ല. ഇനി അപ്പം ജസ്റ്റ് ഇത് ഇങ്ങനെ പൊട്ടിയിട്ടാ പോകുന്നത് കേട്ടോ. സംഭവം അത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഭാഗം കൂടി വേറെ വേണ്ടിട്ട് ഇങ്ങോട്ട് പൊടിച്ചിട്ടത്. ഇനി ഇങ്ങോട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് പോകുന്നുപോയി. അപ്പൊ സംഭവം റെസിപ്പി ഉണ്ടല്ലോ. ഇത് പാളിയതാണോ ചോദിച്ചാൽ പാളിയതല്ല. ഞാൻ ആ പാൻ കുറെ കാലമായിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട്. അപ്പൊ അതിന്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. ഞാൻ പിന്നെ അടിയിൽ നെയ്യ് ആക്കിയിട്ടുണ്ട്. എന്നാലും അപ്പൊ ഞാൻ കുറച്ച് സമയം വൈകിയോ അങ്ങനെ എന്തോ ഒരു 10-20 മിനിറ്റ് അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടിയിൽ സ്റ്റീലിന്റെ തട്ടും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലേ. അലുമിനിയം തട്ട് പാനൊന്നും ഞാൻ വെച്ചിട്ടില്ലേ. ഞാൻ അതിന്റെ അതേപോലെ കുറച്ച് കട്ടിയുള്ള ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അടുപ്പിൽ വെച്ചതേനെ. അപ്പോൾ അതിന് താഴെ എന്തെങ്കിലും വെക്കണമായിരിക്കും. അതുകൊണ്ടായിരിക്കും കേട്ടോ ഇത് നല്ലോണം കരിഞ്ഞ്. അപ്പൊ ഞാൻ ഈ പാനിലേക്ക് തട്ടിയപ്പോ ഇത് തട്ടിങ്ങനെ ഇളക്കിയാൽ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് പൊടിഞ്ഞു പോകുന്നതാട്ടോ. അല്ലാതെ ഇത് അടിപൊളിയാണ് കണ്ടോ. ഇത് ഏകദേശം നല്ല ഇതായി വന്നിട്ടുണ്ട്. പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഞാനിത് ഈ വീഡിയോ അപ്ലോഡ് ആക്കണ്ടെന്ന് വിചാരിച്ചത്. കാരണം ഇങ്ങനെ ആയതിനോട് തന്നെ പിന്നെ ചിലവർക്ക് റെഡിയാവും ചിലവർക്ക് റെഡിയാവില്ല എന്ന് പറയല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ ഇത് ടേസ്റ്റ് കൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ള മെയിൻ കാരണം. നല്ല അടിപൊളിയാണ്. പിന്നെ മുട്ടന്റെ ചുവയൊന്നും അറിയുന്നില്ല. മുട്ടന്റെ മഞ്ഞ് വെള്ളയൊക്കെ ആഡ് ചെയ്തതിനോട് തന്നെ മുട്ടന്റെ ചുവ അങ്ങനെ അറിയണമെന്നില്ല കേട്ടോ. പക്ഷെ പഴവും ഇതൊക്കെ കൂടി മിക്സ് ആയതിന്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. പക്ഷെ ഇന്ത്യത് പിന്നെ അത് നോക്കണ്ട. അത് പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് എളുപ്പത്തിൽ റെഡിയാക്കി ഉണ്ടാക്കാനും പറ്റും. പിന്നെ ടേസ്റ്റ് പറയണ ഇത് പൊടിഞ്ഞിട്ട് തന്നെ ഇവിടെ എല്ലാവരും എടുത്ത് കഴിക്കുക. എനിക്ക് വീഡിയോ എടുക്കാനും പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട്. പിന്നെ ഉമ്മച്ചിക്കൊന്നും മുട്ടന്റെ റെസിപ്പി ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ഉമ്മച്ചിയൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.